എന്നാ കാര്യം? എനിക്കിവിടെ ഇരിക്കാനാ ഇഷ്ടം. പ്ലീസ് ഇല്ല, അടുത്തിരിക്കണം. ഞാൻ പിടിച്ചോളാം നിന്നോട് വർത്താനം പറയാൻ. ഹായ്. ആക്ച്വലി കഴിഞ്ഞ വ്ളോഗ് കണ്ടിട്ട് കുറെ ആൾക്കാർ വന്നിട്ട് നല്ല കമന്റ്സ് ഒക്കെ എനിക്ക് തന്നായിരുന്നു. അപ്പം അതൊന്നും ചുമ്മാ വായിക്കാന്ന് വിചാരിച്ചത്. അപ്പൊ വായിക്കുമ്പോൾ എൻ്റെ കൂടെ രണ്ടുപേരും കൂടെ ഞാൻ സൈഡിൽ വെച്ചു. സൈഡ് വെച്ചതല്ല, ഞങ്ങളുടെ ഇടയിൽ വന്ന് ഇരുന്നാണ്. അവർ ആക്ച്വലി നല്ല കമന്റ്സ് കുറെ വന്നു. എനിക്ക് കുറെ പേര് മെസ്സേജ് അയച്ചു. ആദ്യം നല്ല കമന്റ്സ് മാത്രം വായിക്കല്ലേ, എല്ലാ കമന്റ്സും വായിക്കും. ചീത്തയുള്ള കമന്റ്സും വായിച്ചേക്കണം. മിസ് നെപ്പോ വായിക്കൂ. ആക്ച്വലി എനിക്ക് അതിനൊരു അഭിപ്രായം പറയാനുണ്ട്. അത് പറഞ്ഞിട്ട് അങ്ങോട്ട് നെപ്പോക്കിട് ഇവന് ആ വീഡിയോയിൽ എന്നാ പറഞ്ഞ അവന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് നമ്മളൊന്ന് സഹായം ചെയ്യണം. അതിനു വേണ്ടിയാണ് അവൻ ഈ നമ്പർ ഇട്ടത്. അവന്റെ കയ്യിൽ പൈസ ഇല്ല. അവന് പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അവന് എന്തൊക്കെയോ പരിപാടികൾ അവൻ്റെ മനസ്സിനകത്ത് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിനോട് സാമ്പത്തികമില്ല. എന്നിട്ട് അവൻ നാട്ടുകാരെ മുഴുവൻ അറിയിച്ചിട്ട് നമ്മുടെ പൈസ മേടിക്കാം. വൻ പരിപാടിയാണ് കാണിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്നാന്നോ, അച്ഛൻ ഇപ്പൊ പറഞ്ഞ പോലെ നാട്ടുകാർ കേൾക്കുമ്പോ പറയും ഞങ്ങളൊന്നും നിങ്ങളെ സഹായിക്കുന്നില്ലെന്ന്. ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ അമ്മ കാരണം ഇത്ര ആയത്. റീച്ച് കിട്ടാനാണ് ഈ അഭ്യാസം കംപ്ലീറ്റ് കാണിക്കുന്നത്. അച്ഛൻ പറഞ്ഞതാ നേരെ. കുറെ ആൾക്കാർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കണ്ടന്റ് ആണത്. അത് ചെയ്തു കൊടുക്കാൻ ഒരു വഴി കാട്ടാനല്ലേ പിള്ളേര് പറയുന്നത്. വഴി കാട്ടിത്തരാവടാ. സൈഡാണുള്ളൂ. ഞാൻ പിന്നെ എല്ലാരും ഫോട്ടോ പോലെ ഇങ്ങനെ ഇരിക്കണം. മഹാപൂർവ്വ ഏർപ്പാടാണ്. അപ്പൊ ഞാൻ കമന്റ് വായിക്കട്ടെ. First, Aruna Sharma. I totally understand the struggle of trying to make money. You are still young, and the fact you are willing to work hard and keep trying says a lot about your character. Don't lose hope. Doors will open you at the right time. Keep believing in yourself. Stay strong and through the difficult moments. I'll keep you in my prayers. May God guide you, bless your efforts, and bring you good opportunities in your life. Have you ever thought of travel vlogging? Maybe you could start small travel videos and see where it goes. Correct, മകളെ. ട്രാവൽ വ്ലോഗിംഗ് ചെയ്യണം. ട്രാവൽ എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങ് ഹിമാലയ പോകാനല്ല പറഞ്ഞത്. ഇവൻ കുഞ്ഞു കേരളത്തിന്റെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അത് എക്സ്പോസ് ചെയ്യാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്, എക്സ്പ്ലോർ ചെയ്യാനുമുള്ള സ്ഥലങ്ങളുണ്ട്. അതങ്ങോട്ട് ഇവൻ കാണിച്ചു കൊടുക്കട്ടെ ആൾക്കാർക്ക്. അങ്ങനത്തെ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോനെ, ഞാൻ ചിത്ര പറയും ട്രാവൽ ബ്ലോഗിന്റെ കാര്യം. ഓക്കെ, അടുത്ത കമന്റ് വായിക്കാം. ഇൻട്രസ്റ്റ് ഓർ പാഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അത് തൊഴിലായി സ്വീകരിക്കുക. ഹാർഡ് വർക്ക് ചെയ്യുക. അച്ഛൻ്റെ അമ്മയുടെയും നിഴലിൽ ചിലവിൽ കഴിയുവാൻ ശ്രമിക്കരുത്. അവരുടെ നെയിം ഫെയിമിന് അധികം കാലം ഉണ്ടാകില്ല. ആസ് ദി ആർ ഗെറ്റിംഗ് ഓൾഡ്. ലോകത്തിൽ എല്ലാവരും അങ്ങനെയൊന്നുമില്ല. വെരി സോറി മോനെ. നമ്മുടെ പാഷനും നമ്മുടെ വർക്കും സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടയർമെന്റിന് അല്ല ജീവിക്കുന്നത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ല ചുമ്മാ ഇത്രയും മതി എന്ന് പറഞ്ഞിട്ട് പോകാനുള്ളതല്ല. ഓൾഡായാലും വർക്ക് ചെയ്യണം. നമ്മൾ ക്യാമറ ഓണൊക്കെ കണ്ടില്ലേ, എത്ര വയസ്സുണ്ട്, അതേ ഇപ്പോഴും വർക്ക് ചെയ്യല്ലേ. നമ്മൾ അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചെറിയ അതെ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഞങ്ങൾക്ക് ഇതാണ് നമ്മുടെ പുതിയ നിങ്ങളുടെ കൂടെ ഇപ്പം ഇരുന്ന് സംസാരിക്കുന്നില്ലേ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞത്. ന്യൂ ജനറേഷൻ കിഡ്സ് അല്ലേ. അല്ല, അത് പറഞ്ഞേ പറ്റുള്ളൂ, അങ്ങനെ പറയാൻ പാടില്ല. അടുത്ത എന്തുവാടെ കരഞ്ഞു മെഴുകുവോ, എന്തിനാ ഇങ്ങനെ തഴഞ്ഞ് സ്വയം കണ്ടിന്യൂ ചെയ്യടാ. കൺസിസ്റ്റൻസി ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഓൾ ഗ്രോത്ത്. ഓക്കെ, ഐ എം വാച്ചിങ് ഓൾ യുവർ വീഡിയോസ്. കറക്റ്റ്. ഒരു കരയാൻ പിടിക്കാനൊന്നും പറഞ്ഞാൽ നോക്കിയോ. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോഴത്തെ ജനറേഷൻ്റെ കുട്ടികളുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ട് ഭയങ്കര ഡിപ്രഷൻ അടിക്കുക. ആ പരിപാടി വേണ്ട. അപ്പം നിങ്ങൾക്ക് എന്തിനാ പേടിച്ച് നിങ്ങൾ ഉള്ളിലോട്ട് വലിയുന്നത് എന്തിനാണ്? നിങ്ങൾ ഇറങ്ങങ്ങോട്ട്. ഞാൻ എന്ത് ചെയ്യും, എന്നെ കണ്ടന്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കരുത്. എന്നിട്ട് കരയതുള്ള കാര്യം പറയാം. അടുത്ത റോഷിൻ, നീ ഭയങ്കര ജെന്യുവൻ പേഴ്സൺ ആണ് ആൻഡ് ഓൾസോ ആൻ ഇന്നസെന്റ്. ഈ ചാനലിലൊക്കെ നല്ലതുപോലെ ക്ലിക്ക് ആകും. ഡോണ്ട് വറി. അച്ഛനെയും അമ്മേനെയും കാണാൻ വേണ്ടി മാത്രമല്ല ഞാൻ വരുന്നത്. നിന്റെ ഇന്നസെന്റ് ആയിട്ടുള്ള ടോക്ക് കേൾക്കാൻ കൂടി വന്നു. അവനെ വിട്ടുകൊടുത്തേക്കു. നമ്മൾ എന്തിനാ വന്നിരിക്കുന്നത്? നമ്മൾ ഇടയ്ക്കറി വന്നിട്ട് ഈ കളി കളിച്ചിട്ട് നമ്മളെ കൂടെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ബ്രോ, വീഡിയോ ചെയ്തോണ്ടിരിക്കോ, വ്യൂസ് ഉണ്ടല്ലോ, റവന്യൂ വരുന്നുണ്ടല്ലോ, വീക്കിലി ഒരു 3 വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കണം. ഹലോ, റവന്യൂ വരുന്നുണ്ടോ?
ഇച്ചിരി നമ്മളെ നമുക്ക് കൂടെ താടാ. ഇവർ കഷ്ടപ്പെട്ട് അവർ തന്നെ വേണം. അവർക്ക് തന്നെ എന്തെങ്കിലും ഇപ്പോൾ ട്രാവൽ ബ്ലോഗ് എന്ന് പറയുന്ന സാധനം കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അവരുടെ ചിലവിൽ കൊണ്ടുപോകേണ്ടത്. അതിന് നമ്മൾ ട്രാവൽ ബ്ലോഗ് എന്നുകൊണ്ട് ചിൽഡ്രൻ മേടിക്കാൻ വരുമോ? travel ശരി, vlog ഓക്കെ. ചെയ്യണം. നീ എന്നെ മാത്രം അത് നോക്കി പറയണ്ട, ഞാൻ ആലോചിക്കട്ടെ. വെരി ഗുഡ്. അടുത്ത, ഹായ് റൂഷൻ, ഐ എം എ ഡോക്ടർ. ഐ ഫീൽ നോളജ് ഇസ് പവർ. ഗോ ഹെഡ് വിത്ത് യുവർ സ്റ്റഡീസ്, ഗെറ്റ് എ ഹയർ ഡിഗ്രി. വാട്ട് നെക്സ്റ്റ് ആഫ്റ്റർ വിൽ കം ഓട്ടോമാറ്റിക്കലി. വ്ളോഗിംഗ് യുവർ ആക്ടിംഗ് കരിയർ വിൽ ഗോ അലോങ് സൈഡ്. കീപ് സ്റ്റഡീസ് ആസ് പ്രയോറിറ്റീസ്. എനി പവർ ആൻഡ് കോൺഫിഡൻസ്. ഗോഡ് ബ്ലസ്, ഓൾ ദ ബെസ്റ്റ്. കണ്ടോ, ഇപ്പം മനസ്സിലായോ? ആ, ഇതുപോലെ വിടരുത്, സ്റ്റഡി വിടരുത് ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. അതാണ് ഏറ്റവും വലിയ അസറ്റ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഇതാണ്, പഠിത്തം കളഞ്ഞേച്ചുള്ള കളി വേണ്ട, വ്ളോഗ്. ഇത്ര ബ്ലോഗ് വിട്ടുകൊടുക്കും. അപ്പോൾ അവൻ്റെ ഒരു ആഗ്രഹമില്ലേ? വ്ളോഗ് ഇപ്പൊ ട്രാവൽ എത്ര വ്ളോഗ് ആൾക്കാർ ട്രാവൽ വ്ളോഗിന് എന്തും പ്രശ്നം? പഠിക്കടാ. ട്രാവൽ ചെയ്ത് പഠിക്കാം. ആ, ആ, ആ. അടുത്തൊരു കോമഡി. വെറുതെ വളവള സംസാരിച്ച് വീഡിയോ ലെങ്ത് കൂട്ടിയിട്ട് കൊണ്ട് കാര്യമില്ല. വ്യൂവേഴ്സ് വിൽ ഓൾസോ ഫൈൻഡ് ഇറ്റ് യൂസ്ലെസ് ആൻഡ് വേസ്റ്റ് ഓഫ് ടൈം. അതുകൊണ്ട് പ്ലീസ് പ്ലാൻ ദ കണ്ടന്റ്. അറ്റ്ലീസ്റ്റ് watch your video before uploading and think whether you will spend time on watching these kind of things. അതൊരു അപ്പോഴേ വലിയൊരു പറഞ്ഞു. point ആണ്. അപ്പോഴേ പറഞ്ഞു. അതൊരു ഇതാ വീഡിയോ വളവള ചെയ്യുമ്പോ- പറയാതെ. അല്ല, വീഡിയോ ചെയ്യുമ്പോ ആ ഒരു അഡ്വൈസ് എടുക്കുന്നത് നല്ലതാ. ഞാൻ വളവളയാണോ പറയുന്നത്? വളവള എന്ന് പറയുന്നത് ചുമ്മാ നോൺസെൻസ് സ്റ്റോക്ക് എന്നല്ല പറയുന്നത്, പക്ഷെ എന്നാലും വളവള ബോയ്സ് വേണ്ട. വീണ്ടും നല്ല നോക്കി ചെയ്താൽ മതി, വഷളാവായിരുന്നാൽ മതി. വീണ്ടും ഒരാൾ സ്ട്രെസ് മാറ്റാൻ സോളോ അല്ലെങ്കിൽ ഗ്രൂപ്പായി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകും. ഗ്രീനറി നേച്ചറൊക്കെ കാണുമ്പോൾ റിഫ്രഷ് ആവും. എന്നിട്ട് PG വേണോ ബിസിനസ് വേണോ എന്ന് തീരുമാനിച്ച് പ്രയോറിറ്റി അനുസരിച്ച് കണ്ടെത്തുക. ട്രിപ്പ് പോകുന്നത് കണ്ടന്റായി മൈൻഡ് റിഫ്രഷ് ആവും. നീ അത് മാത്രം എന്നെ നോക്കി പറയുന്നത് എന്നതിനാ? ഒന്നുമില്ല, പിന്നെ എന്നാലും ഞാൻ ഒറ്റയ്ക്ക് എവിടെയും വിടുകയില്ല. അപ്പൊ അവിടെയും നമ്മൾ രണ്ടും കൂടെ പോകണമെന്ന് അർത്ഥം. അനുചേച്ചിയുടെ മോനല്ലേ, വിഷ് യു ബ്രൈറ്റ് ഫ്യൂച്ചർ. കണ്ടോ ആ കൊച്ചൻ എൻ്റെ ഒരു താങ്ക് യു പറഞ്ഞേക്കും. മക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ആ സമയത്ത് പഠിക്കുന്നേ ഉള്ളൂ. ഒരു ഗ്യാപ്പ് എടുത്തു പോയാൽ പിന്നെ അതിനോടുള്ള ഇൻട്രസ്റ്റ് പോകും, ആ ടച്ച് വിട്ടു പോകും, പിന്നെ നമുക്ക് അതിനോടൊരു മടിയായി പോകും. അതുകൊണ്ട് ആ പഠിക്കടാ എന്ന് ഞാൻ പറയുന്നു. അടുത്ത കമന്റ് വായിക്കാം. നിങ്ങളുടെ അച്ഛൻ വലിയ ഡയറക്ടർ അല്ലേ? സിനിമാ മേഖലയിൽ നല്ല അവസരങ്ങളില്ലേ? അതുവഴി അന്വേഷിച്ച് കൂടെ. അഭിനയം ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യൂ. അഭിനയം അറിയില്ലെങ്കിൽ അത് പഠിച്ചാൽ പോരെ. പിന്നെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? പിന്നെ മറ്റൊരു കാര്യം, നിങ്ങളുടെ വീഡിയോ ഇഷ്ടമാട്ടോ? വെയിറ്റ്, ഞാനൊരു ചോദ്യം ഇത് തന്നെ ഷാജി കേരളസിനോട് ചോദിക്കാം. ബേസിക്കലി ഉള്ള ഒരു സംശയം. ഷാജി കേരളസിന്റെ മകനാണ്, അപ്പൊ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ഫ്രണ്ടിന് മുന്നിൽ നിൽപ്പുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കുട്ടിക്ക് എന്തുകൊണ്ട് പിന്നെ ഇങ്ങനെ ഒരു സ്ഥിതിയിൽ അവനൊരു കണ്ടന്റ് പറയേണ്ടി വന്നു? അവന്റെ അഡോളസന്റ് ഏജില് നമുക്ക് ഒരു സിനിമ ഉണ്ടാക്കിയാലേ അവനെ പിടിച്ച് ഇതിനകത്ത് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പം ആ ഏജ് സിനിമ ഞാൻ ട്രൈ ചെയ്യാൻ പോകണം അടുത്തത്. അപ്പൊ അതിനകത്ത് വരുമ്പോൾ നോക്കട്ടെ, അതിൽ നമുക്ക് പിടിച്ച് നോക്കട്ടെ. അങ്ങനത്തെ ഒരു ഫിലിം നമുക്ക് അതിനു വേണ്ടി എന്ന് പറയാം. പക്ഷെ ആസ് എ നെപ്പോ കിഡ്, ഓപ്പർച്യൂണിറ്റീസ് ഇസ് വൈഡ് ആയിട്ട് ഇങ്ങനെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്നുള്ള ഒരു ധാരണ. ഞാൻ ഒരു കാര്യം അതായത് ഒരു അപ്പൻ ഡയറക്ടറാണ്, അമ്മ ആർട്ടിസ്റ്റ് ആണ്, അപ്പം ഒരു ഇൻഡസ്ട്രിയിലേക്ക് കയറാൻ എളുപ്പമല്ലേ ആ കുട്ടിക്ക് എന്നുള്ളതല്ലേ? അല്ല, അങ്ങനെ എളുപ്പമൊന്നുമല്ല. അങ്ങനെ ഇത് വലിച്ചു കൊണ്ടുപോകരുത്. എന്ന് പറഞ്ഞാൽ ഒരു അപ്പനുണ്ടെന്ന് ഒരുപാട് ഇൻഡസ്ട്രിയിൽ എന്ന് പറയരുത്. അവൻ തനിച്ച് അധ്വാനിച്ച് കൊണ്ടുവരണം. അതിനകത്ത് അവൻ്റെ കപ്പാസിറ്റി ആണ്, അവൻ്റെ കേപ്പബിലിറ്റി എന്താണെന്ന് കാണിക്കണം. എന്നാൽ മാത്രമേ ഒരു അല്ല ഇന്നാരുടെ മകൻ അവന് വന്ന് ഇത് ചെയ്യണമെന്ന് പറയരുത്. അല്ല, അപ്പൊ നെപ്പോ കിഡ് എന്ന് പറയുന്നതിന് അർത്ഥമില്ലെന്നാണോ പറയുന്നത്? നെപ്പോ കിഡ് അങ്ങനെ ആയിപ്പോയത് ഇത് ചെയ്യാൻ പറ്റും. അല്ലാതെ നെപ്പോ കിഡ് ആയതുകൊണ്ട് ടാലന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻഡസ്ട്രിയിൽ വരാൻ പറ്റുള്ളൂ എന്നാണ്? അല്ല, ടാലന്റ് ഉള്ള എത്ര ഇൻഡസ്ട്രിയിൽ വന്നവരൊക്കെ നെപ്പോ കിഡ്സായിട്ട് ഇതായിട്ടാണ് വന്നവരാണ്. ഇപ്പം ഞാനൊക്കെ എന്നത് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ പാഷൻ ഉണ്ടാക്കിയെടുത്ത് ഞാൻ കഷ്ടപ്പെട്ട് ഇപ്പൊ വഴിവെട്ടി വന്നെന്നൊക്കെ പറയില്ലേ, എന്നെ ആരെങ്കിലും പിടിച്ചു വലിക്കാൻ ആളില്ലല്ലോ. ഞാൻ നേരിട്ട് പോയി എൻ്റെ കഴിവ് ഒരാളത്ത് കാണിച്ചു കൊടുത്തപ്പോൾ അയാൾ എന്നെ ചൂസ് ചെയ്തതാണ്. ഇവിടുത്തെ കമന്റ് അതാണ്, നെപ്പോ കിഡ് ആയിട്ടും ഇത്രയും ഓപ്പർച്യൂണിറ്റീസ്. അതാ പറഞ്ഞ അങ്ങനെയൊന്നും ഈസി ആയിട്ട് ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. ഒരാളുടെ ഉണ്ടെങ്കിൽ വരൂ എന്നോട് ബാ, അങ്ങനെയല്ല, കുറേ കഷ്ടപ്പെടണം. എന്നിട്ട് ഇൻഡസ്ട്രി എന്താണെന്ന് മനസ്സിലാക്കട്ടെ, റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് ഈ ഇൻഡസ്ട്രിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ വരട്ടെ. ഒരു നെപ്പോ കിഡിന് അപ്പൊ ഈസി അല്ല ഇൻഡസ്ട്രിക്ക്. ഒരിക്കലല്ല. ഈസി ആയിട്ട് വന്നവരൊക്കെ ഈസി ആയിട്ട് പോകും. കഷ്ടപ്പെട്ട് വന്നാൽ മാത്രമേ ഈ സിനിമ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ സിനിമ നമ്മളെ ഇഷ്ടപ്പെടുള്ളൂ. അതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതാണ് സാർ തന്നെ പഠിക്കും. അതിനെന്താണ് ഏട്ടൻ പറഞ്ഞ നെപ്പോ കിഡ് എന്ന് പറഞ്ഞാലും ഈസി അല്ല, എളുപ്പമല്ല. അല്ല, പടത്തിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇവനെ കൊണ്ടുപോയി. എല്ലാവരുടെയും കൂടെ ഉള്ള അസിസ്റ്റന്റ് ഡയറക്ടർ തന്നെ ഇരിക്കണം, അവിടെ തന്നെ നിൽക്കണം, അതിൻ്റെ കൂടെ തന്നെ ട്രാവൽ ചെയ്യണം, അവരുടെ ഭക്ഷണം കഴിക്കണം, അതിൻ്റെ കൂടെ വരണം. അങ്ങനെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്.
അല്ലാതെ ഞാൻ പ്രത്യേക പ്രിവിലേജ് ഇവന് കൊടുക്കത്തേയില്ല. അങ്ങനെ ശീലിക്കണം, അത് മനസ്സിലായോ? ഭക്ഷണം പോലും ഒന്നിച്ചാണ് അവരുടെ കൂടെ നിന്ന് കഴിക്കേണ്ടത്. അപ്പം ഞാനൊന്ന് വിളിച്ചു, ആ മോനെ ഇങ്ങ് വാ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം എന്ന് പറയരുത്, എന്ന് പറഞ്ഞിട്ടുമില്ല. ഞാൻ എവനെ വിളിക്കണമെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത് എല്ലാവരും ഒന്നിച്ചേ വിളിക്കും ഭക്ഷണം കഴിക്കാം. അപ്പൊ മകൻ എന്നുള്ള ആ ടീം സ്വാർത്ഥത വന്നിരുന്ന് കഴിക്കും. ഇതിനകത്തുണ്ടാവില്ല. ഇല്ല, അത് ഷാജി കൈലാസ് എന്ന ഡയറക്ടറിന്റെ ഇതാണോ, നിയമമാണോ, ഷാജിക്കാസ് ഡയറക്ടർ അല്ല, ആറ്റിറ്റ്യൂഡാണ്? എൻ്റെ ആറ്റിറ്റ്യൂഡും അല്ല. ഞാൻ പഠിച്ചു വന്ന അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ മക്കളും അങ്ങനെ ആവണം എന്നാണ്. അങ്ങനെ ആവാനാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവണം എന്നല്ല, അങ്ങനെ ആവാൻ എന്നാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ തന്നെ വരണം, എന്നാൽ മാത്രമേ അവർക്കും നല്ല ഫ്യൂച്ചർ ഉണ്ടാവുള്ളൂ. ഇന്നാരുടെ മോൻ എന്ന് പറഞ്ഞ പ്രിവിലേജ് ഒരിക്കലും ഒരിടത്തും കാണിക്കരുതെന്നാണ് ഞാൻ അവർ ശീലിപ്പിച്ചിരിക്കുന്നത്. വേറൊരാൾ ചോദിക്കുന്നത്, അച്ഛനും അമ്മയും ക്യാഷ് തരില്ലേ? ആമമോതിരം ഇട്ടാൽ രോഗങ്ങൾ വരും, പനി വല്ലായിക ഒക്കെ, അതാണ് അസുഖം പിടിപെട്ടത്. എല്ലാവർക്കും ആമമോതിരം പിടിക്കില്ല. എന്റെ ദൈവം മോനെ തമ്പുരാനെ. അത് ഊരി വെക്കി. അല്ല, അദ്ദേഹം പറഞ്ഞത് വെരി സിൻസിയർ ആയിട്ടല്ലേ, അപ്പൊ പിന്നെ ഇടണ്ട. അമ്മ പറയുന്ന പോലെ ആദ്യം പഠിക്കുക, എന്നിട്ട് ജോബ് എടുക്കുക. ജാട കുറയ്ക്കുക, എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക, ബഹുമാനിക്കുക, ദൈവഭക്തി ഉണ്ടാവുക, ഇത്രയും മതി, നമ്മൾ വിജയിക്കും. സത്യം. ജാടയുണ്ടല്ലോ. ജാടയല്ല ഇവനെന്ന്, ഇവൻ ഏത് നേരം പറയും ഇവനെ ബേസിക്കലി ഇവൻ ഇൻട്രോവേർട്ട് ആണ്. ഇപ്പൊ ഒരു പുതിയ ഒരാളെ കണ്ടു, പെട്ടെന്ന് അയാളടുത്ത് പോയി സംസാരിക്കാൻ അങ്ങനെ, ഇപ്പൊ അമ്മ പറയുന്ന പോലെ അങ്ങനെയല്ല, പെട്ടെന്ന് പോയി ഒരാളടുത്ത് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. നിന്റെ അമ്മയുടെ ക്യാരക്ടർ വേറെ. അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സോഷ്യലാണ്. എന്ന് പറഞ്ഞാൽ ആ സോഷ്യൽ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ട് സോഷ്യലൈസ് ചെയ്യണം എന്നുള്ളൊരു അമ്മയ്ക്കൊരു ഇഷ്ടമുള്ളതാണ്. അമ്മ അങ്ങനെ പോകുന്നു. അമ്മ അങ്ങനത്തെ ഒരു അമ്മയുടെ കുഞ്ഞിലെ അങ്ങനെയാണ്. ഒന്ന് സംഭവം എന്ന് അറിയാമോ, അമ്മ വളർന്നത് കൂട്ടുകുടുംബത്തിൽ വളർന്ന ആ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്യും എല്ലാവരുമായിട്ട്. ഇങ്ങനെ സംസാരിച്ച് കസിൻസും അമ്മമാരും അച്ഛന്മാരും അങ്ങനെ പോകും. പക്ഷെ നമ്മളതല്ല. നീ വളർന്നത് അങ്ങനെയല്ലല്ലോ. ഞങ്ങളൊരു ഇതാണ്. ചിത്രയെ കണ്ട് അവൻ കുറച്ചല്ലേ പഠിക്കാൻ പറ്റൂ. ഞാനൊരു ചിത്രയെ കണ്ട് പഠിക്കുന്നവന് എന്നെ കണ്ട് പഠിക്കുന്ന ജാടയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു മനുഷ്യനെ കണ്ടാല് ഇച്ചിരി ഒന്ന് വർത്താനം പറയുന്നോണ്ട് ഒരു കുഴപ്പമില്ല. ഇപ്പൊ നമ്മള് മിണ്ടാതെ ഞാൻ ഇന്നാരാണ് എന്ന് ചോദിക്കുമ്പോ ശരി ഓക്കെ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോ പിന്നെ അവിടെ കോൺവെർസേഷൻ ഇല്ല. അപ്പൊ എന്തൊരു മൂകതയാണ്. ഞാൻ ഇവരെയൊക്കെ എന്റെ കൂടെ കൊണ്ടുപോകണം എന്തിനാണെന്നറിയാം, എന്നത്തിനാ? മിങ്കിൾ ചെയ്യാൻ വേണ്ടിയാണ്. ഞാനിപ്പോ എല്ലായിടത്തും പോയി സംസാരിക്കും, ആര് വന്നാലും സംസാരിക്കും. അതേപോലെ നിങ്ങൾ സംസാരിക്കണം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാനേ പറ്റും. അറ്റ്ലീസ്റ്റ് ഒന്ന് അവരുടെ ഒരു വിശേഷം ചോദിക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല. ആദ്യം ഒറ്റ ഒരു കാര്യം പറയട്ടെ, ഒരു 5 days ഫോൺ ഇങ്ങനെ മാറ്റി വെക്കും വെളിയിൽ. ഈ ഫോൺ വെച്ചിട്ട് കളിക്കാതെ ഈ ഫോൺ ഇങ്ങനെ മാറ്റി വെക്കും. പറ്റത്തില്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഒരു 5 ദിവസം ഫോൺ ഇല്ലാതെ ലോകം കാണും. അതാണ് ഞാൻ പറഞ്ഞത്. ആ സമയത്ത് ഫോൺ ഇല്ല, ഈ സമയത്ത് ഫോൺ. മോനെ ഇപ്പോഴത്തെ ഫോൺ ആയിക്കോട്ടെ, ഇൻഫർമേഷൻ ഉണ്ടാവും, കുഴപ്പമുണ്ടാവും, എല്ലാം അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ ഉപയോഗിക്കുള്ളൂ. കുഞ്ഞേ, ഫോൺ ഇല്ലാതെ 5 ദിവസം നിങ്ങൾ കഴിയുമോ നോക്കൂ. അവിടെയാണ് നിങ്ങളെ ഇൻട്രോവേർട്ടൊക്കെ ഓടിപ്പോവും. അപ്പൊ നിങ്ങൾ സംസാരിച്ചേ പറ്റുള്ളൂ. വെളിയോട്ട് ഇറങ്ങി എന്താണ് സംഭവം ലോകം കാണും. ഈ ഫ്ലാറ്റിന്റെ അടിയിൽ പോവും, കുട്ടികളെ കാണും, എല്ലാവരും കാണും, എല്ലാവരും സംസാരിക്കും. എന്ന് പറയാൻ വേറെ ഇല്ല, ഫോൺ കയ്യിലില്ല. അപ്പൊ നിങ്ങൾ സ്വാതന്ത്ര്യമായി ചിന്തിക്കാം. അങ്ങനെ 5 days ഒന്ന് ചെയ്തു നോക്കൂ. അതിനുള്ള ഏർപ്പാട് നീ ഉണ്ടാക്കും. 5 days ഫോണില്ല. അച്ഛൻ ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇല്ല, ഇവനത് ഉപയോഗിക്കട്ടെ, അതൊരു ബാക്കിയുള്ള അച്ഛനും അമ്മയും അല്ല. ഞാൻ കണ്ടോ അപ്പോഴും പറയുന്നത് എന്താണ്, അവന് സ്വന്തമായിട്ട് അവന് പറ്റില്ല, അച്ഛന് സപ്പോർട്ട് വേണ്ട. ഫോൺ എടുപ്പ് ഞാൻ അതിനെപ്പറ്റി ഒന്ന് പറയണമെന്ന് വിചാരിച്ചോണ്ടിരിക്കുവായിരുന്നു. ഞാനിപ്പോ ഉണ്ടല്ലോ ഇൻസ്റ്റയില് റീല് കാണുമ്പോ മിക്ക പിള്ളേരും അമ്മമാര് ഫോൺ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് റീൽ ഇടുന്നുണ്ട്. എല്ലാ ജോലിയും കഴിഞ്ഞേച്ച് അമ്മ ഒരു സൈഡിൽ വന്ന് എന്നാ ഇച്ചിരി നേരം ഇൻസ്റ്റ കാണാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ യൂട്യൂബ് കാണാവോ എന്നൊക്കെ പറഞ്ഞേച്ച് വന്ന് കിടക്കുന്നതും ഇവൻ ഉൾപ്പെടെ എന്നോട് ചോദിക്കുന്നത്, ഏത് നേരം റീല് കണ്ടോണ്ടിരുന്നോളെ, ഫോണും കുത്തിക്കൊണ്ടിരുന്നോ. അത് കോമഡി ആയിട്ടാണ് നമ്മൾ കോമഡി ആയിട്ടാണ് എടുക്കാൻ. കോമഡി അല്ല നിങ്ങളൊക്കെ ഉപയോഗിക്കുന്നതോ. അപ്പൊ അത് സീരിയസ് ആണ്. ഞാൻ കോമഡി അതാ പറയാ. അവൻ ഉപയോഗിക്കുന്ന വളരെ സീരിയസ് ആയിട്ട്. ഇറാൻ എത്ര ബോംബ് ഇട്ടു. ഞാനിപ്പോ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആവാനുള്ള ശ്രമത്തിലാണ്. അപ്പൊ നമ്മൾ റിസർച്ച് ചെയ്യണം എന്താണ് പുതിയ കണ്ടന്റ്. അപ്പൊ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാം റീലൊക്കെ കണ്ടുവന്ന് വരും. അടുത്ത കമന്റ് വായിക്കാം. മോനെ, ഇതാണ് നിന്റെ ഫീൽഡ്, നീ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, ഒരു വ്ളോഗർക്ക് വേണ്ടത് ഇതാണ്, ഇതിൽ നീ വിജയിക്കും. പിന്നെ നീ ഡെയിലി ജീവിതത്തിൽ നീ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യൂ. ഫോർ എക്സാമ്പിൾ കുക്കിംഗ്, ഗാർഡനിങ്, ഷോപ്പിംഗ്, ട്രാവൽ എക്സെട്ര. ഒന്നിനും അമ്മയും അച്ഛനെയും കൂട്ടണ്ട. എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് മോൻ അവരെയും കൂട്ടുന്നത്. നിരാശപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ രണ്ടുപേരുടെ ഇടയിൽ കയറി ഇരുന്നേച്ച് അപ്പനും അമ്മയും കൂട്ടുവാന്നും കൂടെ പറയുവേ.
ഇത് ആക്ച്വലി ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഈ കമന്റ് ആണ്. ഞാൻ ഈ കമന്റ് 3 ദിവസം മുമ്പ് വായിച്ചായിരുന്നു. ഐ റുഷിൻ, വൈ ഡോണ്ട് യു ഡു എ വീഡിയോ ഓഫ് ഫ്യൂ ഓഫ് ദി കമന്റ്സ് യു ഹാവ് റെഡ്, യു will get a new content and viewers will get an answer to those questions as well. Keep going with your videos, listen to you all the best. അതിനൊരു മറുപടി കൊടുത്തേ. Thank you മറുപടി തന്നെ. വീഡിയോ കണ്ടന്റ് തന്നതിന്. ഇതാണ് അവന്റെ പരിപാടി. അതാണ് അവൻ ചാടി വന്നിട്ട് അച്ഛാ കുറച്ച് ഇത് കാണിച്ചു തരാന്ന് പറഞ്ഞത്. But still, ഞാൻ പറയട്ടെ, അവന്റെ വെൽ വിഷേഴ്സ് അല്ലേ അത്. അന്നേരം അവരോട് ഒരു താങ്ക് യു അറ്റ്ലീസ്റ്റ് പറയണ്ടേ. ഒരു കമന്റ് ഒക്കെ പോയോ? ഇപ്പൊ നമ്മുടെ ചർച്ചയായോ? അതെ, അയാളവിടെ ചുമ്മാ ഇരിക്കുന്നു, നമ്മൾ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നു. അടുത്ത കമന്റ് വായിക്കാം. അച്ഛന്റെ ഒരു ഇന്റർവ്യൂ ചെയ്യൂ, സിനിമാ കഥകൾ തന്നെ ഒരുപാട് കാണുമല്ലോ, ഒരു സിനിമകളുടെ വിശേഷങ്ങൾ ചോദിച്ചാൽ 10-25 എപ്പിസോഡ് വരും. സിനിമാ കഥകൾ പറഞ്ഞുതരാനാ. മോനെ സിനിമാ കഥകൾ നീ ചോദിച്ചിട്ടില്ലല്ലോ ഇതുവരായിട്ടും. ഇപ്പൊ ചോദിച്ചാൽ മതി, പക്ഷെ നല്ല ക്വസ്റ്റ്യൻസ് ആയിരിക്കണം, എന്നാലേ നല്ല ആൻസർ കിട്ടുള്ളൂ ഉള്ള കാര്യം പറയാം. അതെന്നാന്നറിയോ, എങ്ങനത്തെ ചോദ്യങ്ങൾ അറിയേണ്ടതെന്നറിയോ? ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്ന ലെജൻസ് ആയിട്ട് ലാലേട്ടൻ, മമ്മൂക്ക, സുരേഷ് ഏട്ടൻ, പിന്നെ ചെന്നൈയിലെ അജിത്ത്, വിജയകാന്ത് സാർ ഇല്ല, വിജയകാന്ത് സാറിന്റെ കൂടെ വർക്ക് ചെയ്തു, തെലുങ്ക് വർക്ക് ചെയ്തു. അപ്പൊ ഇതിന്റെ ഒക്കെ ഓരോ അനുഭവങ്ങൾ ഉണ്ടാവില്ലേ? ചുമ്മാ അതൊരു ഫോമൽ അനുഭവങ്ങളല്ല ചോദിക്കുന്നത്. പക്ഷെ അതിനകത്ത് ഞാൻ ഇന്റർവ്യൂ ഓഹോ അമൃതാക്കാര് വരും. നമുക്ക് ഒരു കമന്റും കൂടെ വായിച്ചിട്ട്, എന്റെ സജഷൻ, നിന്റെ കയ്യിൽ അല്ലേ മോനെ ബ്രഹ്മാസ്ത്രം ഉള്ളത്, പിന്നെ നിനക്ക് എന്തിനാ ഇത്ര കൺഫ്യൂഷൻ? നീ പറഞ്ഞ പോലെ നിന്റെ അമ്മയും എന്റെ അച്ഛനെയും തന്നെയാണ് ഏറ്റവും വലിയ ബ്ലസ്സിംഗ്. എവിടെയെങ്കിലും ജോലിക്ക് പോയി ജീവിതം പാഴാക്കണോ? നിനക്ക് ആദ്യം സിനിമയിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് നിന്നോട് തന്നെ ചോദിക്കും. ബിക്കോസ് നിന്റെ പാഷനാണ് എല്ലാത്തിനേക്കാളും വലുത്. നിനക്ക് നീ ചെയ്യുന്ന ജോലി ചെയ്യുന്ന സ്ഥലത്തോടും ഒരു ഇഷ്ടം ഉണ്ടാവണം, അതായത് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം. നിനക്ക് അവിടെ ഒരു സ്പേസിൽ ഹാപ്പി ആയിട്ട് സർവൈവ് ചെയ്യാൻ പറ്റണം. നിനക്ക് മീഡിയ ഇൻഡസ്ട്രിയിൽ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നിന്നെ ഞാൻ കാണുക പോലും ഇല്ലായിരുന്നു. ഇതിന് അർത്ഥം എന്താ? ഇത് നിന്റെ സ്ഥലമാണ്, യൂട്യൂബ് അല്ല സിനിമ എന്ന ബ്രഹ്മാസ്ത്രം. യു ഷുഡ് വർക്ക് വിത്ത് യുവർ ഫാദർ ആസ് മച്ച് ആസ് യു ക്യാൻ ഗെയിൻ നോളജ് അബൌട്ട് ദി ഇൻഡസ്ട്രി ആൻഡ് സിനിമ. ദെൻ യു ഷുഡ് ഗോ ടു യുവർ സെക്കൻഡ് ആൻഡ് മോസ്റ്റ് പവർഫുൾ ബാക്ക് ബോൺ, അമ്മ. സ്പെൻഡ് ടൈം വിത്ത് ഹെർ ആൻഡ് നോ more about her past life in cinema. Knowledge is the key. Then you should decide that you suits in which side the most, directing or acting or both. Correct. അദ്ദേഹം പറഞ്ഞ പാസ്റ്റ് എന്താണ് എനിക്ക് മനസ്സിലായില്ല. അമ്മയുടെ പഴയ നോളജ് വെച്ച് നമ്മൾ എന്താന്ന് ചോദിച്ച് മനസ്സിലാക്കണമെന്ന്. കറക്റ്റ് ആണ്. പുള്ളി കറക്റ്റ് കട്ട് ചെയ്ത് തന്നെയാ. വേറെ ഒന്നും ഇല്ലാണ്ട് ഇവിടെ അവൻ ബ്ലോഗ് എടുത്തോണ്ടിരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും പിടിച്ചു വെച്ച് കമന്റ് എടുത്തോണ്ടിരിക്കുന്നവൻ. ഏറ്റവും വലിയ കമന്റ് എന്താറിയോ? ഞാൻ നിന്നെ എണ്ണേലും വഴക്ക് പറയാൻ നീ ഇത് കൊണ്ടുവന്ന ഞാൻ ഒന്നും മിണ്ടുപോയല്ലോ. മതിയല്ലോ, ഇഷ്ടംപോലെ ഉണ്ട്. ബൈ.